ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാതിരിക്കും, നമ്മുടെ അതിദാരിദ്ര്യരഹിത കേരളം എന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്നുള്ള ആ സ്റ്റേജാണ്. വളരെ മനോഹരമായിട്ടുള്ള എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ ഭംഗിയുള്ള സ്റ്റേജായിരുന്നു അന്ന് അറേഞ്ച് ചെയ്തിരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, VIP സ്റ്റൈലിലുള്ള ഒരു ഓഡിറ്റോറിയം നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയം, ട്രിവാൻഡ്രത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇതിലെ സ്റ്റേജ് കണ്ടാൽ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വലിയൊരു സെറ്റപ്പിലുള്ളൊരു സ്റ്റേജൊക്കെ. ഞാൻ മാത്രമല്ല, ഈ കാണുന്ന പലരും ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എങ്കിലും ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമൊക്കെയാണ് ഈ കാണിക്കുന്നത്. LED TVയും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3000 പേർക്ക് മേലെ അറേഞ്ച് ചെയ്തിട്ടുള്ള സീറ്റാണ്. അത് VIPകൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും കൂടി കണ്ടെത്തിയിട്ടുള്ളൊരു സ്റ്റേജ് കൂടിയാണത്. ഇതിലെ LED TVകളാണ് അതിൻ്റെ സിസ്റ്റമാണ്. അതിൽ തന്നെ മിക്സർ, ഓരോ LED TVക്കും മിക്സർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സീറ്റ് അറേഞ്ച്മെൻറ്റ്. ആ സീറ്റ് അറേഞ്ച്മെൻറ്റ് അന്ന് സാധാരണക്കാർക്കും നല്ല VIP സ്റ്റൈലിൽ ഇരിക്കത്തക്കായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് അന്ന് ചെയ്തിരുന്നത്. കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ചില ഓപ്പർച്യൂണിറ്റികൾ ഒന്നൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഒന്നുമല്ല. സാധാരണക്കാർക്കും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് ഒരുക്കുമ്പോഴും നമ്മളത് യൂസ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പ്രത്യേകം കണ്ടത്, ഇതിൽ ഹരിത കർമ്മസേന അവരുടെ പ്ലാസ്റ്റിക് നിക്ഷേപത്തിന് ആ സ്റ്റേജിലും ഒരു സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അന്ന് പാടാൻ വന്നത് നമ്മുടെ പ്രിയങ്കരനായ KS ഹരിശങ്കർ സാറാണ്. അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിനും സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും അവിടെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിൻ്റെ കൺട്രോൾ ആരാന്നറിയില്ല, ഇതിൻ്റെ ഓണർ ആരാന്നറിയില്ല. പക്ഷെ ഭയങ്കര സെറ്റപ്പുള്ളൊരു സ്റ്റേജായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അതുപോലെ നിങ്ങൾക്കും പലർക്കും ഇത് ആദ്യമായിട്ടുള്ളത് അറിവായിരിക്കും. അന്ന് ആ പ്രോഗ്രാമത്തിന് നമ്മളെ VIPകളൊന്നും അങ്ങനെയൊന്നും ഒരു വേർതിരില്ലായിരുന്നു. നല്ലൊരു ഗ്രാൻഡായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു. ഹരിശങ്കറിൻ്റെ സാറിൻ്റെ പാട്ടൊക്കെ കൂടിയായപ്പോൾ വളരെ ഭംഗിയായിരുന്നു. ഇതിൻ്റെ റിഹേഴ്സലാണ് ഈ സമയം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ അതിനെ മുന്നോടിയായിട്ട് അതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അവർ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യും, അതിൻ്റെ ടെമ്പോയും ഒക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും വന്ന് അവരുടെ വീഡിയോ എടുക്കേണ്ട എങ്ങനെയാണ് എന്നുള്ള പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നൊരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്. അതുപോലുള്ള ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം ഉപയോഗിക്കുക, പോയി കാണുക. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. സമ്പത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.